ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഓണം റിലീസായിട്ട് വന്ന രണ്ടാമത്തെ പടം. ആദ്യത്തെ പടത്തിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇപ്പം ടിക്കറ്റ് കിട്ടാനില്ല. അപ്പം ഇന്ന് രണ്ടാമത്തെ പടത്തിൻ്റെ റിവ്യൂ ആണ്. ഹൃദയപൂർവ്വം ഒരു വല്ലാത്ത പൂർവ്വമായിപ്പോയി ഈ ഒരു പടം. ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ സത്യൻ അന്തിക്കാട്. ഈ ഒരു റിവ്യൂയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സത്യൻ അന്തിക്കാടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പണ്ട് തൊട്ടേ, ഒരു കൊച്ചുനാൾ തൊട്ടേ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ കാണുന്നതാണ്. ഇപ്പോഴും എൻ്റെ പഴയ സിനിമകൾ ഇപ്പോഴും ഈ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് ഉച്ച സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ സത്യൻ അന്തിക്കാടിൻ്റെ പഴയ സിനിമകളൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. എടുത്തു പറയുന്ന സിനിമയെന്ന് പറഞ്ഞാൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പിന്നെ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, പിന്നെ വരവേൽപ്പ്, സന്ദേശം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്തിട്ടുണ്ട്, വരവേൽപ്പൊക്കെ. അപ്പോൾ ഇതിനകത്ത് ശ്രീനിവാസനും ഈ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടുകളാണ് കൂടുതലും ഹിറ്റാക്കിയിട്ടുള്ളത്. അപ്പം ലാലേട്ടനാക്കിയത് വലിയൊരു പങ്ക് വഹിച്ച ഒരു ഡയറക്ടറും കൂടെയാണ് സത്യൻ അന്തിക്കാട്. പുള്ളിക്കാരൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞറിയാമല്ലോ, ഒരു നാട്ടുംപുറം, അവിടുത്തെ ഒരു പുവറായിട്ടുള്ള ഒരു നായകൻ, അവരുടെ പിന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അങ്ങനെയൊക്കെയുള്ള, ഞാൻ അതിനകത്ത് കോമഡികൾ, അതായത് ദാമോദർ ജി എന്നൊക്കെ പറയുന്ന തെലുങ്കൻ്റെ ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആ ഒരു കോമഡിയൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ, അത് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു നാട്ടിൻപുറം, അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു പുവറായിട്ടുള്ള ഒരു നായകൻ, അവരുടെ ഒരു രീതി, അല്ലെങ്കിൽ ഈ നായകനൊരു ബിസിനസ് കാണും, പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ നായകൻ ഒരു പ്രവാസിയായിട്ട് വന്നിട്ട് നാട്ടിലൊരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പടം എടുത്ത് പറയേണ്ട സന്ദേശമൊക്കെ ഞാൻ ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരനകത്ത് ഒരു ആക്ഷൻ സിനിമയെ ചെയ്തിട്ടുള്ളൂ, എന്ന് പറഞ്ഞാൽ ഏതാന്ന് പറഞ്ഞാൽ പിൻഗാമി റിലീസായ ആ സമയത്ത് തന്നെയാണ് തേന്മാവിൻ കൊമ്പത്ത് ഇറങ്ങിയത്. പക്ഷേ പിൻഗാമി പിൻകാലങ്ങളിൽ നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുള്ളത്. പിന്നെ ഈ പടം, പിന്നെ പുള്ളിക്കാരൻ്റെ സ്ഥിരം കാസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ, മാമുക്കോയ, നെടുമുടി വേണു, ഇങ്ങനെയൊക്കെയുള്ള കുറേ ലെജൻഡറി ആക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവരൊക്കെയുടെ സമയം കഴിഞ്ഞതുകൊണ്ട് സത്യൻ അന്തിക്കാട് ഖതം ഖുദ എന്നൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പം വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സത്യൻ അന്തിക്കാട് ഡയറക്ഷൻ ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ മകളാണ്. മകൾ 2025 എത്തുമ്പം ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പടങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ, ഇതിൻ്റെ അഖിൽ സത്യനാണ് ഇതിൻ്റെ സ്റ്റോറി, സോനു ടി പി ആണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത്, പിന്നെ ജസ്റ്റിൻ പ്രഭാകറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പം ഈ പടത്തിലോട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ തന്നെ ഓണത്തിന് നല്ല റിപ്പോർട്ട് കിട്ടിയ ലോക ഹെവി പോസിറ്റീവാണ്, നമ്മുടെ അവിടെ ഒന്നും ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ഇവിടെയും തിയേറ്ററിൻ്റെ മുക്കാൽ ഭാഗവും നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് സിനിമ പ്രദർശിപ്പിച്ചത്. എൻ്റെ മാത്രം ഒരു അഭിപ്രായം, എന്ന് വെച്ചാൽ ഏറെക്കുറെ പേർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷേ ഈ ഒരു പടം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത്ര ഒരു പന്ന പടമായിട്ട് ഞാനിത് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ആവറേജും അതിൽ താഴെ നിൽക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഈ ഒരു പടം വന്നിട്ടുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ 2025 ആയി എങ്കിലും പുള്ളി ആ പഴയ ടൈപ്പ് കാസ്റ്റ് രീതിയിലുള്ള പുള്ളിയുടെ ആ ഒരു സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെയുള്ള ഡയലോഗ്സ് ഒക്കെ എടുത്തിട്ട് കാച്ചിട്ടുണ്ട്. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു ലോങ് ഷോട്ടാണ്, അത് VFX ആണെന്ന് ഒരിക്കലും മനസ്സിലാവത്തില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ VFX അവർ ചെയ്തു വെച്ചേക്കുന്നത് ഹെലികോപ്റ്ററിൻ്റെ. പിന്നെ അടുത്ത് വന്ന് എത്തുമ്പം അത്യാവശ്യം നല്ലൊരു ഹെലികോപ്റ്ററിനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ലാലേട്ടൻ്റെ എൻട്രിയാണ്. ലാലേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ സന്ദീപ് ബാലകൃഷ്ണൻ. പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഹാർട്ടിന് ഒരു പ്രശ്നമുണ്ട്. അതിനാണ് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടേക്കുന്നത്. ഈ ഒരു പ്രശ്നം കാരണം ഹാർട്ട് ഡൊണേറ്റ് ചെയ്യുന്നു, ലാലേട്ടന് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അതിനെ തുടർന്ന് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഹൃദയപൂർവ്വത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു പകുതി എത്തിക്കഴിയുമ്പം ഇതിൻ്റെ ജോണർ മാറുന്നുണ്ട്, ലൂപ്പാകുന്നുണ്ട്. ലാലേട്ടനും സംഗീത് പ്രദീപും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല കോമഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ മാളവിക മോഹനെ ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞിട്ട് എന്തോ വെറുപ്പിൽ ക്യാരക്ടറായി മാളവിക മോഹൻ അത് ചെയ്തു വെച്ചേക്കുന്നത്. മാളവിക മോഹൻ വെറുപ്പിക്കുന്നുണ്ട് ഓരോ സീൻ. അച്ഛൻ ഇതെൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട് വെറുപ്പിൽ. ഞങ്ങൾ ആ ഒരു സീൻ കേൾക്കുമ്പോൾ ഇരുന്ന് ചിരിക്കുമായിരുന്നു. തിയേറ്ററിൽ ഒരു കോമഡി അല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ എപ്പോഴും ഇരുന്ന് ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൂപ്പ്, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ലൂപ്പ് ആവുന്നുണ്ട്. ലൂപ്പായിട്ട് കഥ മുന്നോട്ട് പോകുന്നില്ല. ആ ഒരു ലൊക്കാലിറ്റി തന്നെ നടന്ന് കറങ്ങുമോ കഥ മുന്നോട്ട് പോകുന്നില്ല. അവിടെ കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കാറിൽ സഞ്ചരിക്കുന്നു, തിരിച്ചു വരുന്നു, റിപ്പീറ്റേഷൻ, മുടിയില്ല തലവരെ റിപ്പീറ്റ്, അതേപോലെ കാണിച്ചു വെച്ചേക്കുക. പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ്റെ നടുവ് വെട്ടുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും ഇതേപോലെ
ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കുകയോ നിൽക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ കക്കൂസി പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ച് പോയി. അതേപോലെയാണ് ഇതിനകത്ത് കാണിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ചില കോമഡി വർക്കായിട്ടുണ്ട്. പിന്നെ ഒരു വിഗും വെച്ചുകൊണ്ട് ലാലു അലക്സ് വരുന്നുണ്ട്. ലാലു അലക്സിൻ്റെ പരമാവധി എന്ന് വെച്ചാൽ ഈ പരസ്യമാകുമ്പം ഓരോരുത്തർ വരുമല്ലോ ഗ്ലാസും കാണിച്ചുകൊണ്ട്. ഈ സർക്കസിനകത്തൊക്കെ ഒരു കോമാളികൾ വന്ന് ഇടയ്ക്ക് സർക്കസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഓരോ കമൻറ്റ് അടിക്കത്തില്ല. അതേപോലെ ലാലു അലക്സ് കയറ്റി വിട്ടിട്ടുണ്ട്. ലൊക്കേഷനിൽ വന്നപ്പോൾ കയറ്റി വിട്ടേന്ന് തോന്നുന്നു. അതുപോലെ വന്ന് എന്തൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അങ്ങനെ ലാലു അലക്സ് പോകുന്നുണ്ട്. അവസാനം ഒരു സീനുണ്ട്, ഒരു ഡയലോഗുണ്ട് ലാലു അലക്സിൻ്റെ. അത് അടിപൊളിയായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് തെറി പറയുന്നുണ്ട്. അത് ഞങ്ങൾ സത്യൻ അന്തിക്കാടിനെ വിളിക്കായിരുന്ന തെറിയായിരുന്നു. അതുപോലെ പുള്ളിയുടെ വായിക്കൂടെ തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. നിഷാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ യൂട്യൂബേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കൊടുത്ത റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സംഗീത, മാളവിക മോഹൻ്റെ അമ്മയായിട്ട് പഴയ സംഗീത വരുന്നുണ്ട്. ആ സംഗീതയും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീന് ഓവറാക്കി. മാളവിക മോഹനാണ് ഇതിനകത്ത് കൂടുതലും ഓവറാക്കിയിട്ടുള്ളത്, കൂടുതലും സീനും. പിന്നെ സിദ്ദിഖ് വരുന്നുണ്ട്. സിദ്ദിഖിനെ ഒരു ചായ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് സിദ്ദിഖ് ചെയ്ത ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു പുള്ളിക്കാരനെ കൊണ്ട് ചുമ്മാതെ കയറ്റി ചെയ്യിപ്പിച്ചതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ്റെ ആവശ്യം ഇതിനകത്ത് ഇല്ല. കൂടുതലും പേരെ ചുമ്മാതെ കയറ്റിയതിൻ്റെ കൂട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവസാനം ഒരു ക്ലൈമാക്സിലിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പടം ആവറേജ് ആക്കാൻ കാരണം ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്. അല്ലെങ്കിൽ ആ പടം എനിക്ക് ഒരു ആവറേജ് പടത്തിൽ കൂടുതൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട വെറുപ്പീരെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ സോങ്ങുകളാണ്. ഈ സോങ്ങുകൾ ആവശ്യമില്ലാതെ എന്തിനാണ് എടുത്തിട്ടേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് പകുതി സോങ്ങുകൾ വേണ്ടെന്ന് തന്നെ തോന്നിയത്. മ്യൂസിക് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്ത് പോയില്ല. അപ്പോൾ ജസ്റ്റിൻ പ്രഭാകർ ചെയ്തു വെച്ച മ്യൂസിക് മൊത്തം എടുത്ത് ഇതിനകത്ത് ആവശ്യമില്ലാതെ കയറ്റിൻ്റെ കൂട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ, പുള്ളി ആശീർവാദ് സിനിമയിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്തേക്കുന്നത്, പ്രൊഡക്ഷനൊക്കെ. അതുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ ഇല്ലാതെ ഒന്നുപോലും ലാലേട്ടൻ്റെ പടം പൂർത്തിയാകത്തില്ല. പുള്ളിയും ഒരു 2 സീനിൽ വന്ന് തല കാണിച്ചു പോയിട്ടുണ്ട്, ഇങ്ങനെ എത്തി നോക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അഖിൽ സത്യൻ അന്തിക്കാടിൻ്റെ മോൻ ഇതേപോലെ ഒരു പാസഞ്ചറിൻ്റെ രൂപത്തിൽ വന്ന് ഇരുന്നിട്ടുണ്ട് ഒരു ട്രെയിനിൽ. കുറച്ച് ക്യാമിയോസിനെയൊക്കെ കാണിക്കുന്നുണ്ടേ. അവസാനം ഒരു ആക്ട്രസിനെയൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഗസ്റ്റ് അപ്പിയറൻസിലേക്ക് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് തന്നെ ഈ ഒരു സമയത്ത് തോന്നിപ്പോയി. ഒരു വേറെ എത്ര പേരെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒരു രീതി കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് എല്ലാ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കുന്നവരുണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് തോന്നുന്നു കൊണ്ടുവന്നേക്കുന്നത്. രസതന്ത്രത്തിനകത്തിൻ്റെയൊക്കെ റെഫറൻസ് ആയിരിക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും തന്നെ പടം എനിക്ക് വർക്കായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ആവറേജും അതിൽ താഴെ നിൽക്കുന്നതിൻ്റെ പടമായിട്ട് എനിക്ക് ഹൃദയപൂർവ്വം തോന്നിയിട്ടുള്ളത്. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.